വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്കൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആദ്യം കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? സൗദത്ത്. ഓക്കെ. സൗദത്തിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? EDO. UD. ഓക്കെ. സൗദത്ത് ഇനീഷ്യൽ എന്താണ്? MC. സൗദത്ത് MC. സൗദത്ത് എവിടുന്നാ വിളിക്കുന്നത്? മലപ്പുറം. ഓക്കെ. ഓക്കെ, സൗദത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 1/1/1985. 1/1/1985. ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. സൗദത്തിൽ കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 7. ബോൺ ഒരു ലീഡറിൻ്റെ എനർജി ഉണ്ട് ഇതിൽ. ഓക്കെ, കാര്യങ്ങളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനൊക്കെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അതുമായിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് പോകും. ഇപ്പോൾ പേരിൻ്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, രാഹുവിൻ്റെ എനർജിയാണ്. എന്നിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഞാൻ കുറച്ച് നേരത്തെ ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ആദ്യം പറഞ്ഞായിരുന്നു, 1നും 4നും ഒരു നല്ല ഒരു കൂടിച്ചേരൽ. അതുപോലെ 1 എന്ന ഡേറ്റിൽ ജനിച്ചവർക്ക് 4 എന്ന ഒരു പേരിൻ്റെ എനർജിയാണ് എന്ന് വെച്ചിട്ട് അതിൻ്റെ ബെസ്റ്റ് എന്ന അർത്ഥമില്ല. ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സൗദത്ത് MC എന്ന ആ ഒരു പേര് വരുന്നത്. ഓക്കെ. അതിലൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് നന്നായിരിക്കും കേട്ടോ സൗദത്ത്. എങ്ങനെ വരുത്തുക? അത് നിങ്ങളിപ്പോൾ ഞാൻ ഒരു ഒറ്റയടിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കാൻ വേണ്ടി പറ്റില്ല. ഈ MC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര് വെച്ച് നോക്കാം, അങ്ങനെയൊക്കെ നോക്കാം. സൗദത്തിൻ്റെ ഫാദറിൻ്റെ പേരെന്താണ്? മൊയ്തീൻ. ഓക്കെ. മൊയ്തീൻ്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു കൊടുത്തത്? MOIDHEEN ആണോ? അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ സൗദത്ത് മൊയ്തീൻ കൊടുക്കുന്നത് നല്ലൊരു പേരാണ് കേട്ടോ. കൂടുതൽ ഭാഗ്യത്തിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല പേരാണ്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യത്തിനൊക്കെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ സൗദത്തിന് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പേരാക്കി കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേരിൽ കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സൗദത്ത് മൊയ്തീൻ ആക്കുന്നത്. ആ M എന്നുള്ളതും മൊയ്തീൻ്റെ ഇനിഷ്യലായിട്ടാണോ വെച്ചിരിക്കുന്നത്? ഓക്കെ. എന്തായാലും മൊയ്തീൻ എന്നുള്ള പേര് ആഡ് ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ടാവും. ഓക്കെ. എന്തായാലും നിങ്ങളെന്താ പറയുക, ഇപ്പോൾ എന്താ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ചെറിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ ആ പേരൊക്കെ ഒന്ന് റെഡിയാക്കുകയും ചെയ്തോളൂ. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. മലപ്പുറത്ത് സൗദത്ത് മൊയ്തീനാണ് വിളിച്ചത്. അപ്പോൾ നമ്മളങ്ങനെ പേരാക്കിയിരിക്കുകയാണ്. അപ്പം സൗദത്ത് മൊയ്തീൻ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1ൻ്റെയും 7ൻ്റെയും ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, 1ഉം 7ഉം കൂടി ചേരുമ്പോഴേ രണ്ടും അത്ര സപ്പോർട്ടീവായിട്ടുള്ള രണ്ട് എനർജി അല്ല. സൂര്യൻ്റെ എനർജി, മറ്റൊന്നും ഇമോഷണൽ. അത് രണ്ടുമായിട്ട് അധികം കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. എങ്കിലും അത് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് മേഖലയിൽ ഉയർച്ച, അതുപോലെ കലാരംഗങ്ങളിൽ അവർക്ക് ഉയർച്ചയുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 12നെ കുറിച്ചിട്ടാണ്, 12ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ്. 12നെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പിന്നെ ഗുരുവിൻ്റെ എനർജിയാണ്. ഗുരുവിൻ്റെ കുറേ നമ്പേഴ്സ് ഉണ്ട്, 3, 12, 21, 30. ഇതെല്ലാം 3ൻ്റെ എനർജിയിലാണ്. അതിൽ 12 എന്നത് പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. അതിന് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കലയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ ആ ഫീൽഡിൽ അവർ ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്ക് അടുത്ത ഒരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വിഷ്ണു വിദ്യാധരൻ, 18/3/93 ജന്മസമയം, രാവിലെ 6:40. ഇതൊക്കെ എനിക്ക് എഴുതിയെടുക്കണം, എന്ന് കഴിഞ്ഞാൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് മേലെ. അപ്പോൾ എന്താണ് പേരെന്താണ് പറഞ്ഞത്? വിഷ്ണു വിദ്യാധരൻ. വിഷ്ണു വിദ്യാധരൻ. ഡേറ്റ് വിഷ്ണു വിദ്യാധരൻ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇനീഷ്യൽ ഉണ്ടോ? ഇല്ല സാറേ, വിഷ്ണു വിദ്യാധരനേ ഉള്ളൂ. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 19/3/93. സമയം ജനന സമയം. ഓക്കെ, ജനന സമയം നമുക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ഞാനിപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് ഞാൻ പേരിൻ്റെ എനർജി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വിഷ്ണു വിദ്യാധരൻ അല്ലേ? ഇത് വിഷ്ണു വിദ്യാധരൻ്റെ ആരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കാമോ? ഇതാരാണ് സംസാരിക്കുന്നത്? വിഷ്ണു വിദ്യാധരൻ്റെ അമ്മയാണോ? ആ, ഓക്കെ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 8. അപ്പോൾ വിഷ്ണു വിദ്യാധരൻ എന്നുള്ള എനർജി 7ൻ്റെ എനർജിയിൽ, കേതുവിൻ്റെ എനർജിയിൽ വരുന്നതാണ്. അപ്പോൾ അത് വളരെ ദോഷം. ഓക്കെ, പിന്നെ 1ഉം 8ഉം വരുമ്പോഴേക്കും നല്ലൊരു പേര് തന്നെ ആയിരിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ഇതൊരു പേര് നോക്കുമ്പോഴേ ഒരു ആവറേജ് ആയിട്ടുള്ള എനർജിയിലേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് അറിയേണ്ടത് വിഷ്ണുവിൻ്റെ അമ്മക്ക്? അറിയേണ്ടതാണ് വിവാഹത്തിന് സമയമല്ല ആയെന്ന് അറിയാനാ സാറേ. അതാ 31 വയസ്സായി. അപ്പോൾ അത് പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷ്ണു വിദ്യാധരൻ എന്നുള്ള പേര് അതിലൊരു മാറ്റം വരുത്തിയിട്ട് അനുകൂലമാക്കാം, ഭാഗ്യദായകമാക്കുന്നത് നന്നായിട്ടുണ്ടാവും. വിഷ്ണു വിദ്യാധരൻ ഉണ്ടോ അവിടുത്തെ? ഇല്ല സാറേ, അവനില്ല. അവനൊരു വിവാഹകാര്യം നടക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് സാറിനെ ഞാൻ വിളിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പേര്, ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേര് നമ്മൾ വെച്ച് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളെ അനുകൂലമാകും. അപ്പോൾ അങ്ങനെ ഈ വിഷ്ണു വിദ്യാധരൻ എന്നുള്ളത് പേര് ഞാൻ അതിലൊരു സ്പെല്ലിങ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ട് ആ പേര്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇതിൽ ഈ ന്യൂമറോളജി പ്രകാരം പേരിനെ ഒന്ന് ലക്കിയസ്റ്റ് ആക്കാൻ വേണ്ടി മോഹനോട് പറയണം. ഭാഗ്യദായകമാക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിവാഹത്തിൻ്റെ കാര്യം ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് ഹോൾഡ് ചെയ്യും കേട്ടോ. ഓക്കെ. നമ്മൾക്ക് ഇതിൽ ഇപ്പം ഈ ന്യൂമറോളജി പ്രകാരം വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയം കാണുന്നത് ഈ ഡിസംബർ കഴിയണം, കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം. അപ്പോൾ ഇപ്പം അന്വേഷിക്കേണ്ടെന്ന് അർത്ഥമില്ല. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാലും
ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത്. അപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്നിരുന്നാലും അടുത്ത വർഷം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം കാണുന്നുണ്ട്. അത് സ്പെഷ്യലി മാർച്ച് മാസം പകുതിയോടുകൂടി കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയങ്ങളാണ് കാണുന്നത്. അപ്പോൾ ശ്രമിക്കുക, അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അതുപോലെ ആ പേരിനെ ഭാഗ്യമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മകനെ ഓർമ്മിപ്പിക്കുക. ഇപ്പം പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അല്ലേ, ഒന്ന് അതിൻ്റെ ഇമ്പോർട്ടൻ്റോട് കൂടി അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പറയുക. ആ പേരിൽ ഒരു മാറ്റം വരുത്തുന്നത് കൂടുതൽ ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. ഇത് എവിടുന്നാ വിളിച്ചതെന്ന് പറഞ്ഞില്ല? എവിടെ? റാന്നി എന്നാണല്ലേ. ഓക്കെ. ഇന്ന് റാന്നിന്ന് രണ്ടാമത്തെ കോളാണ് വന്നത്. ഓക്കെ. എന്തായാലും സന്തോഷം പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് 3ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ 3 എന്നത് 12 എന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള നമ്പർ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ 3ൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരന്ന വിജ്ഞാനം, ഏത് കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരഭിപ്രായം, അതുപോലെ അതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ ഒരു പഠനം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഏത് കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമൊക്കെ നമുക്ക് തരാൻ വേണ്ടി പറ്റും. അതാണ് ഗുരുവിൻ്റെ എനർജി. ഒന്നിനെയും എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്മാറില്ല. നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ മോണിക്കയുടെ അമ്മയാണ്. മോണിക്കയുടെ മകളുടെ കാര്യം അറിയാനാണ്. ഓക്കെ. മോണിക്ക അല്ലേ? മോണിക്ക TB. ബി ഫോർ TB. ഓക്കെ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിന്റെ ബി ആണോ? ബി ഫോർ ബാറ്റ് അല്ലേ? ഓക്കെ. മോണിക്ക TB. പിന്നെ മോണിക്ക TBയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 10/8/1995 അല്ലേ? 95. ഓക്കെ. ഇത് എവിടുന്നാ വിളിക്കുന്നത്? തൃശ്ശൂർ. ഓക്കെ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. കേൾക്കാമോ? ഹലോ. കേൾക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 6 ആണ്. 1ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവെ നല്ലതായിട്ട് വേണം കരുതാൻ. എന്നിരുന്നാലും പേര് എന്നത് 9ൻ്റെ എനർജിയിലാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു എടുത്തുചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് കുറച്ച് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിച്ചിട്ട് വേണം ഓരോ കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇമോഷണലി എന്നെ പ്രശ്നമുണ്ട്, അനാവശ്യ കാര്യങ്ങളെ ചിന്തിച്ച് വിഷമിക്കുന്ന അവസ്ഥ, അതൊക്കെ ഈ മോണിക്ക TBയുടെ പേരിൻ്റെ എനർജിയിലുണ്ട്. പൊതുവേ പേഴ്സണാലിറ്റി നമ്പർ 1ഉം 6ഉം ആയ സ്ഥിതിക്ക് പിന്നെ ലീഡറായിട്ടിരിക്കാൻ, ഇപ്പം വർക്കിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ലീഡറായിട്ടിരിക്കാനുള്ള എനർജി ഇതിൽ ധാരാളമായി കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അറിയേണ്ടത് അമ്മക്ക്, മോണിക്കയുടെ അമ്മക്ക്? കല്യാണക്കാര്യം. ഓക്കെ. കല്യാണം എപ്പോഴും നടക്കുന്നതാണോ അറിയേണ്ടത്? ഓക്കെ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഹലോ, കേൾക്കാമോ? അപ്പോൾ ഈ ഇതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം കാണുന്നത് ഈ ജൂലൈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള സമയമുണ്ട്. പിന്നെ അതും ഈ വർഷവും പിന്നെ അടുത്ത വർഷവും അനുകൂലമായിട്ടുള്ള സമയമാണ്. കാര്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. തീർച്ചയായിട്ടും
വിവാഹത്തിന് പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് അതിൽ കാണുന്നത്. ഓക്കെ, ആ, അപ്പോൾ അതുപോലെ ആ പേരിലും ഒരു മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ എന്താ പറയുക, ആ പേരിൻ്റെ എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. റിലേഷൻഷിപ്പിൽ ആ പേരിലൊരു മാറ്റം വരുത്തുമ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മോണിക്ക ബാബു എന്നിട്ടാ പോരെ? മോണിക്ക എന്താണ്? മോണിക്ക ബാബു. ബാബു എന്ന് നോക്കട്ടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള പേരാണ്, മോണിക്ക ബാബു എന്ന്. അപ്പോൾ ഈ TB എന്നുള്ളത് എന്തായാലും പിന്നെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, മോണിക്ക ബാബു എന്നുള്ളത് ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേര് എന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കുന്ന ഒരു പേര് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മോണിക്ക ബാബു എന്നയക്കുക. എന്നിരുന്നാലും അത് ഇമോഷണൽ ലെവലിലൊന്നും ശാന്തമാകുന്നില്ല, എന്നിരുന്നാൽ പോലും ഓക്കെയാണ്. ഹലോ, കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ച് ഞാൻ കല്യാണത്തിൻ്റെ സമയവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഓരോരോ ജീവിതത്തിലും ഓരോരോ ന്യൂമറോളജി പ്രകാരം അങ്ങനെയാണ്, ഓരോരോ ജീവിതത്തിലും ഒരു കാലഘട്ടമുണ്ട്, വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടങ്ങൾ പിന്നെ വരും. അത് ഏത് പ്രായത്തിലും ഉണ്ടാകും. അത് ആ സമയത്ത് വിവാഹമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അനുകൂലമാക്കി കൊണ്ടുവരും എന്നാണ് ന്യൂമറോളജിയിൽ പറയുന്നത്. അതല്ലാതെ ഇന്ന സമയത്ത് മാത്രം എന്നുള്ള ഒരു അവസ്ഥ അല്ല. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 6, അതിൽ പിന്നെ എന്താ പറയുക, ആ പേര് വെച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള എടുത്തുചാട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ അതിൽ കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവരോട് കുറച്ചുകൂടി ആ പേര് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൂടുതൽ നന്മയിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 3ൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. 3 രാജഗുരുവാണെന്ന് പറഞ്ഞു, കാര്യങ്ങളെ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അതുകൂടാതെ 3 പിന്നെ ഒരുപാട് അറിവ് ശേഖരിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഏത് കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, കലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് അടുത്തൊരു കോൾ വന്നു, നമുക്ക് കോളിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ബിന്ദു. എവിടെ നിന്നാണ്? ആലുവ. അതെ, ബിന്ദുവിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണോ? അല്ല സാറേ, ഞാൻ ബ്രദറിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണ്. ഓക്കെ. ബ്രദറിന്റെ പേര് പറയും. ബിബീഷ് കുമാർ CA. ബിബീഷ് കുമാർ CA അല്ലേ? ഓക്കെ. ബിബീഷ് കുമാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 24/10/1975. ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാൻ പറയാം. ഹലോ, ബിബീഷിന് എന്ത് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? അത് പുള്ളിയുടെ കല്യാണം ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ ഒരുപാട് നോക്കണുണ്ട്. ഒത്തിരി ആയി, ഡിലേ ആണ്. ഇപ്പോ ഇതെന്താ സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ടാണോ? അല്ല, ഇനിയിപ്പോ അങ്ങനെയല്ലേ, അങ്ങനെ പറ്റുള്ളൂ. അല്ല, ഫ്രഷ് അങ്ങനെ എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ ഇനി ഓക്കെ. അപ്പോൾ ഓക്കെ, ബിബീഷ് CA. അപ്പോൾ ഈ കാരിയർ ലെവലിലൊക്കെ ഇദ്ദേഹത്തിന് ഒരു ഉയർച്ചയൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വർക്ക്. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് കറക്റ്റ് തന്നെയല്ലേ? 24/10/1975 അല്ലേ? ഓക്കെ, ശരി.
തീർച്ചയായിട്ടും വിവാഹത്തിന് ഈ വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അനുകൂലമായിട്ടുള്ള സമയമാണ്. നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ശ്രമം നന്നായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഫലം ഈ വർഷം കാണുന്നുണ്ട്. ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം 6 മാസം കൂടിയുണ്ട്. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ ഒന്ന് ശക്തമായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. പേര് എന്ന് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ലല്ലോ, ലക്കി നമ്പർ അങ്ങനെ. ബിബീഷ് കുമാർ, BISH തന്നെയല്ലേ? എന്താണ് ബിബീഷ്, അങ്ങനെയാണല്ലേ? കുമാർ CA. പറ്റുമെങ്കിലേ ആ പേര് ഉപയോഗിക്കുമ്പം CA ബിബീഷ് കുമാർ എന്ന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കൂടുതലും നന്നാവും. ഇനീഷ്യൽ ആദ്യം CA ബിബീഷ് കുമാർ. അതൊരു കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്യുന്ന പേരാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരും. പിന്നെ ഈ വർഷം കാര്യമായിട്ട് ശ്രമിക്കുക, നല്ലൊരു ശ്രമം നടത്തുക. ഈ പേര് അങ്ങനെ ഒരു മാറ്റിക്കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ ജോബിൻ്റെ കാര്യത്തിലായാലും എല്ലാറ്റിലും ഒരു ഉയർച്ച ഉണ്ടാകും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിലുപരിയായിട്ട് ഒരു ബിസിനസ് എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുക. അപ്പോൾ അതിനൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയാണ്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ബിന്ദു ആലുവയിൽ നിന്നാണ് വിളിച്ചത്. ബ്രദറിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അപ്പോൾ ഓരോരോ കാര്യമുണ്ട്. വിവാഹത്തിന് പോസിബിളായിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ വിവാഹത്തിന് ഏറ്റവും പോസിബിളായിട്ടുള്ളൊരു വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിന് കാര്യമായിട്ട് ശ്രമം ഉണ്ടാകുന്നു എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും 6 മാസം കൂടി സമയമുണ്ട് എന്നും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1 വർഷം നീണ്ടു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരുന്ന 6 മാസം നന്നായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 3ൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അതായത് ഇന്ന് 3ൻ്റെ ദിവസമാണ്, 12 എന്നത്. 1 + 2 3 എന്ന എനർജി. 3 എന്ന എനർജീനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം കാര്യങ്ങളെല്ലാം. അതായത് 3 എന്നാൽ ഗുരുവിൻ്റെ എനർജിയാണ്. അത് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്. മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ്. അറിവിൻ്റെ എനർജിയാണ്. അറിവ് ഒരുപാട് അല്ലേ, ഏത് കാര്യത്തിനെ കുറിച്ചിട്ടും സൂക്ഷ്മമായിട്ട് അവർ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർക്കുണ്ടാവും. അതുപോലെ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം. അതായത് ഇവർക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ പറഞ്ഞ പോലെ 3ൻ്റെ ഒരു എനർജിയാണ് നമ്മുടെ മോഹൻലാൽ. അപ്പോൾ ഞാൻ വ്യാഴം ഒരുപാട് ഉപഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫാൻസ് കൂടുതലുണ്ടാവും. അതുപോലെ മറ്റൊരു 3ൻ്റെ എനർജിയാണ് രജനീകാന്ത്. അദ്ദേഹം ജനിച്ചത് 12 എന്ന ഡേറ്റിലാണ്. അതുപോലെ ഇവിടെ നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ 21, അതായത് മോഹൻലാലിൻ്റെ എനർജി. മോഹൻലാലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 21/5/1960 ആണ്. അപ്പോൾ 3ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരൽ ഒരുപാട് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് പ്രോഗ്രാമിൽ. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഒന്ന് പറയാം, 3ഉം 6ഉം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ഗുരുവിൻ്റെ എനർജിയാണ്. 3 പറഞ്ഞു കഴിഞ്ഞാൽ ദേവഗുരുവായ ബൃഹസ്പതിയാണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രാചാര്യനാണ്, അസുര ഗുരുവാണ്. അപ്പോൾ രണ്ടും ഗുരുവിൻ്റെ എനർജിയാണ്, പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയാണ്. രണ്ടിനും ഗുരുവാണെങ്കിലും 2 പ്രത്യേകതകളാണ്. ശുക്രാചാര്യൻ എനിക്ക് വന്ന് നിറഞ്ഞതിന് ശേഷമേ നൽകുള്ളൂ എന്ന എനർജിയാണെങ്കിൽ ദേവഗുരുവായ ബൃഹസ്പതി എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പേര് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പേരായിരിക്കണം. അതാണ് അവരുടെ ഭാഗ്യത്തിലേക്ക് എത്തിക്കുക. മോഹൻലാൽ എന്ന പേര്, അദ്ദേഹം അറിയപ്പെടുന്നത് പൂർണ്ണമായിട്ടും മോഹൻലാൽ എന്നതാണ്. അപ്പോൾ അത് 29 എന്ന എനർജിയിലാണ് വരുന്നത്. 29ൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യത്തെ നേടിയെടുക്കാനും അതുപോലെ കലാരംഗത്തുള്ള മികവും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് മാനസിക സംഘർഷം ഇല്ല എന്നൊന്നും അർത്ഥമില്ല. അതിൽ ആ പേരിൽ അങ്ങനെയുണ്ട്, മാനസിക സംഘർഷം ഉണ്ടെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ എപ്പോഴും ഫെയിം ആയി നിൽക്കാനുള്ള എനർജിയും ആ മോഹൻലാൽ എന്ന ആ ഒരു എനർജിയിൽ ഉണ്ട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര് മോഹൻലാൽ വിശ്വനാഥൻ എന്നാണ്. എന്നിരുന്നാലും മോഹൻലാൽ എന്നാണ് അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തുന്ന പേര്. ന്യൂമറോളജി പ്രകാരം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തിയെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ റെക്കോർഡിക്കലിലുള്ള പേരല്ല, മോഹൻലാൽ എന്ന പേരാണ് അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ മോഹൻലാലിനിപ്പം പിന്നെ പത്മശ്രീ ലഭിച്ചത് നോക്കാം. 2001 പത്മശ്രീ ലഭിക്കുന്നത്. അതായത് 2+001, അതായത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 3ൻ്റെ എനർജിയാണ്, വ്യാഴത്തിൻ്റെ എനർജിയാണ്. ഞാൻ ഈ പ്രോഗ്രാമിൽ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, 3 എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ള നമ്പർ 3 തന്നെയായിരിക്കും. അദ്ദേഹത്തിന് അല്ലേ ഒരു ഏറ്റവും വലിയൊരു പുരസ്കാരമാണല്ലോ പിന്നെ പത്മശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് 2001 3ൻ്റെ എനർജിയിലാണ് ലഭിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു, അത് ഈ അടുത്താണ് 2019 ലഭിക്കുന്നത്. 2019ൻ്റെ എനർജി എന്താണ്? 2+0+1+9, അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വീണ്ടും 3. അപ്പോൾ 3 എന്ന എനർജിയിലാണ് അദ്ദേഹത്തിന് വീണ്ടും ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒട്ടു പിന്നെ ഫേമസ് ആയ ഹിറ്റായിട്ടുള്ള പടങ്ങളും 3ൻ്റെ എനർജിയിൽ കാണാം. അതേസമയം അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എനർജിയിൽ വരുന്ന നമ്പറിലായിരിക്കും അദ്ദേഹത്തിന് കൂടുതലും പിന്നെ ഫ്ലോപ്പായിട്ടുള്ള വർഷങ്ങളും ഉണ്ട്. അപ്പോൾ 3നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും 3 ഒരു അനുകൂലമായിട്ടുള്ള കാര്യമാണെന്ന് തെളിയിക്കുന്നതാണ് മോഹൻലാലിൻ്റെ പിന്നെ മോഹൻലാൽ എന്ന പേരും അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തമ്മിലുള്ള പൊരുത്തം. അപ്പോൾ ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. പിന്നെ പേഴ്സണലായിട്ടുള്ള ആരെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് പേഴ്സണലായിട്ടുള്ള കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് 62 38 68 18 81. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, 6238681881. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു നല്ല എപ്പിസോഡായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.